നമ്മൾ ഒരു പടം ഇറങ്ങുമ്പോൾ തന്നെ ഇപ്പോൾ യുവ നായകനാണെങ്കിൽ അദ്ദേഹത്തിന് ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവുന്നു. പണ്ടത്തെ കാലത്ത് അങ്ങനെ ഉണ്ടോ ഫാൻസ് അസോസിയേഷനൊക്കെ? ഈ ഫാൻസ് അസോസിയേഷനൊക്കെ നസീർ സാറിനും ഉണ്ടായിരുന്നു. സത്യൻ മാഷിന്റെ പേരിൽ സത്യൻ ഫാൻസ് അസോസിയേഷൻ എന്നൊക്കെ പറഞ്ഞ അസോസിയേഷൻ ഫോം ചെയ്തിട്ടില്ലെങ്കിലും സത്യൻ മാഷിന് ആരാധകർ ഒരുപാടുണ്ടായിരുന്നു. ക്രൈസ് ഉള്ളവർ. സംഘടനയില്ല. സത്യൻ മാഷിന്റെ ഫിലിം ഫസ്റ്റ് ഡേ തന്നെ കാണണമെന്ന് വാശിയുള്ള കോളേജ് സ്റ്റുഡൻസ് ഒരുപാട് പേരുണ്ടായിരുന്നു. അതേപോലെ നസീർ സാറിൻ്റെ, മധു സാറിൻ്റെ, പിന്നെ സോമേട്ടൻ, സുഖേട്ടൻ, അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നു. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ അതിനുശേഷം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്നത്തേനേക്കാൾ ഇന്ന് അത് കുറച്ച് ഒരു എന്താ പറയുക, ഇതൊരു മത്സരമായി മാറി. നമുക്ക് നല്ല സിനിമയൊന്നും ആസ്വദിക്കാൻ പറ്റാതെ ഏതൊരു ആർട്ടിസ്റ്റിനും നല്ല സിനിമ വന്നാലും മറ്റേ ഫാൻസുകാർ വന്ന് വെറുതെ കിടന്ന് കൂവുക, നമുക്ക് നല്ല ഡയലോഗുകൾ കേൾപ്പിക്കാൻ പറ്റാണ്ടാക്കുക. ഒരു 10-20 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ തിയേറ്ററിൽ പോയാലേ നല്ല രീതിയിൽ നമുക്ക് ആ സിനിമ ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥ ഇന്ന് വന്ന് അതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താ? പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്നതാണല്ലോ അത്. ഈ ഫാൻസുകാർ കിടന്ന് യുദ്ധം ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം തിയേറ്ററിൽ വന്ന് ഒരു നടന്റെ ആരാധകർ വന്ന് മറ്റേ നടനെ കൂവുക എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ സംസ്കാരത്തിന് യോജിക്കുന്ന കാര്യങ്ങളല്ല. പിന്നെ സിനിമ സമാധാനപരമായിട്ടിരുന്ന് ആസ്വദിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കണം. അങ്ങനെ ഒരു അന്തരീക്ഷം കൂടി പ്രേക്ഷകർ ഒരുക്കണം. ഫാൻസുകാർ പോലും അവർ കൈയടിച്ചോട്ടെ, അത് ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ ബഹളവും അല്ലെങ്കിൽ കൂവലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ആ സിനിമ ആസ്വദിക്കാൻ തന്നെ നമുക്ക് പലപ്പോഴും കഴിയാറില്ല. അങ്ങനെ ഒരു അവസ്ഥ അന്തരീക്ഷം ഉണ്ടാക്കരുത്. അത് പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമല്ല. കാരണം ഫാൻസുകാർ തമ്മിലുള്ള ഒരു യുദ്ധം പലപ്പോഴും നടന്മാർ തമ്മിൽ സൗഹൃദത്തിലാണ്. മമ്മൂക്കയും മോഹൻലാലും സൗഹൃദത്തിലാണ്. വിജയും അജിത്തും ഫ്രണ്ട്സാണ്. രജനീകാന്ത് തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് കമലഹാസനാണ്. പക്ഷെ ഫാൻസുകാർ രണ്ട് തട്ടിലാണ്. അവർ ഒരുമിച്ച് വന്ന് ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഫാൻസുകാർ സ്ക്രീനിൽ കത്തിയെറിയുക. പണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾ വേറൊരു കോമ്പിനേഷൻ നിങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. MGR ശിവാജി ഗണേശൻ, അവർ രണ്ടുപേരും കൂടെ ഒരൊറ്റ ചിത്രത്തിലേ വന്നിട്ടുള്ളൂ. അതിനുശേഷം ഒരിക്കലും വന്നിട്ടില്ല. അവർ വന്നാൽ വലിയ പ്രശ്നമാകും. അല്ല, അത്രയ്ക്ക് ഫാൻസ് ഉള്ളവരാണ്. പ്രശ്നക്കാരായ പുള്ളിക്കാരാണ് രണ്ടുപേർക്കും. നടികർ തിലകം എന്നാണ് ശിവാജി ഗണേശൻ അറിയപ്പെടുന്നത്. മക്കൾ തിലകം എന്നാണ് MGR അറിയപ്പെടുന്നത്. മക്കൾ തിലകം മനസ്സിലായല്ലോ? മക്കൾ തിലകം, പുരട്சி തലൈവർ, പുരട്சி നടികർ, റെവല്യൂഷണറി ആക്ടർ, റെവല്യൂഷണറി ലീഡർ എന്നീ പേരുകളിലൊക്കെയാണ് MGR അറിയപ്പെട്ടിരുന്നത്. ശിവാജി അറിയപ്പെട്ടിരുന്നത് നടികർ തിലകം, അഭിനയത്തിന്റെ ആ ഒരു എംബോഡിമെന്റ് ഓഫ് ആക്ട്. മക്കൾ തിലകം ആയതുകൊണ്ടാണല്ലോ അദ്ദേഹം അധികാരത്തിലേക്ക് വരികയും ചെയ്തത് അല്ലേ? മക്കൾ സാധാരണക്കാരന്റെ ലീഡർ ആയി മാറി. ഈ ഫാൻസ് അസോസിയേഷൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് നമുക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. പണ്ട് അത് ഈ തമിഴ്നാട്ടിലൊക്കെ ഉള്ളതിന് ഇപ്പോൾ ഈ അടുത്ത് നമ്മുടെ കേരളത്തിലേക്കും വന്ന് അത് എന്താണെന്ന് വെച്ചാൽ ഈ വലിയ വലിയ ഫ്ലെക്സിൻ്റെ മേലെ, നടന്മാരെ ഫ്ലെക്സിൻ്റെ മേലെ പാല് പൊട്ടിച്ച് പാലഭിഷേകം നടത്തുക. അത് നമ്മളെ കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒത്തിരി ആൾക്കാർ പട്ടിണി കിടക്കുന്നുണ്ട്. കുട്ടികളൊക്കെ ഒരു തുള്ളി പാല് കിട്ടാൻ വേണ്ടിയിട്ട്. ഈ അടുത്ത കാലത്ത് പത്രത്തിൽ നമ്മളൊരു വാർത്ത കണ്ട് ഒരു പെൺകുട്ടി ഇനി നമുക്ക് പട്ടിണി കിടന്നുകൂടാന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്ത്. അങ്ങനെയുള്ള ഈ കേരളത്തിൽ പാലഭിഷേകം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു വല്ലാത്തൊരു സങ്കടമല്ല സാറേ? അത് അവരങ്ങനെ ചെയ്യാൻ പറ്റുമോ? വെറുതെ കുറേ പാലൊക്കെ വേസ്റ്റ് ആക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഇതിനൊക്കെ എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്നാണ് മൊയ്തീൻ നമ്മൾ ചോദിക്കുന്നത്. കഴിഞ്ഞ മാസം വരെ ഇതിനൊരു കുഴപ്പമില്ലായിരുന്നു. ഈ ഇടയ്ക്ക് കണ്ട് മൊയ്തീൻ്റെ പെണ്ണുള്ള പാല് മേടിച്ചുകൊണ്ട് സൊസൈറ്റി ചെന്നപ്പം കാശില്ലാതെ പാല് കൊടുത്തില്ല. തിരിച്ചും കൊണ്ട് വരുന്ന വഴിക്കാണ് വലിയൊരു നടൻ്റെ മുകളിലൂടെ ഫ്ലെക്സിൽ പാൽ ഒഴിക്കുന്നത്. മൊയ്തീന് സഹിച്ചില്ല. പിന്നെ മൊയ്തീൻ അങ്ങനെ ഒരു വിഷയം വന്നു അല്ലേ മൊയ്തീൻ? കാതറ അങ്ങനെ പറയരുത്. കാരണം അതിന് വേറെ സംഭവമുണ്ട്. ഇന്നിപ്പോൾ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉടുക്കാനൊക്കെ നല്ല പാൻറ്റും ഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് സാറേ. പക്ഷേ ഇതൊന്നും ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു നമുക്ക്. എൻ്റെ ഒക്കെ കുട്ടിക്കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാല് പാർന്ന ചായ, പാല് പോട്ടെ, പാല് പാർന്ന ചായ കുടിക്കാൻ നമ്മൾ കൊച്ച കാലം ഉണ്ടായിരുന്നു. അന്നെന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗ്ലാസ് പാല് കിട്ടണമെങ്കിൽ, ഒരു ഗ്ലാസ് പാല് പാർന്ന ചായ കിട്ടണമെങ്കിൽ നമ്മൾ ഏതെങ്കിലും കല്യാണപ്പുറയെ പോകേണ്ടിന്. അപ്പോൾ ആ ഒരു കാലം നമ്മളുണ്ട്. അതുപോലത്തെ എത്രയോ കുട്ടികളിന്ന് കേരളത്തിലുണ്ട്. എന്നിട്ടാണ് മനസ്സിൽ തട്ടി പറഞ്ഞതാണ്. അതാണ് നിങ്ങളെ മൊയ്തീൻ പറഞ്ഞത് കറക്റ്റാണ്. യഥാർത്ഥത്തിൽ ഈ ആരാധകൻ എന്ന വാക്ക് തന്നെ എനിക്ക് യോജിപ്പില്ല. ഫാൻസ് ഓക്കെ, തമിഴിൽ രസികർ മന്ത്രം എന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ. ആരാധിക്കേണ്ടത് ഈശ്വരനെ മാത്രമാണ്. ഇവിടെ ഒരു നടനെയും ആരാധിക്കാൻ പാടില്ല. ഒരു പാല് കൊണ്ട് ഒഴിക്കുക എന്നൊക്കെ പറയുന്നത് പാല് വേസ്റ്റ് ചെയ്യുന്നതാണ്. എത്ര ലിറ്റർ പാലാന്നറിയാം മൊയ്തീനെ സത്യത്തിൽ ഇത് ഒഴിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ കേടായ പാലൊക്കെ ഇല്ല. അത് ഈ പാൽ സൊസൈറ്റി കമ്പനിക്കാരും ഫാൻസ് അസോസിയേഷനും തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പോൾ എന്തായാലും ഇത് കളയുന്നു. അപ്പോൾ ഏതെങ്കിലും താരരാജാവിൻ്റെ മേളിൽ കൂടെ കളഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പ്രീതിയാവും,
സംഭവത്തിനൊരു എടുപ്പ് ആവും അങ്ങനെ ഒരു രീതിയും കൂടെ ആണെന്ന് വിചാരിച്ചോ അല്ല സാർ ഈ വിചാരിക്കാൻ വേണ്ടി പറഞ്ഞത് ഇതിലൊന്നുമില്ല.